ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. കുറേ നാളായി ഞാൻ മൈൻക്രാഫ്റ്റ് തപ്പി നടക്കുന്നു ക്യാഷ് കൊടുക്കാതെ കയറ്റാനായിട്ട്. മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കോപ്പി കണക്കത്തെ ഗെയിമാണിത്. അതിന് തന്നെ നമുക്ക് വുഡ് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് ആ വുഡ് അല്ലെന്നാണ് തോന്നുന്നത്, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് വേറൊരു കളറിലെ വുഡാണ്. ഈ ചുറ്റും ആ വുഡ് മാത്രമേ ഉള്ളൂ. ഫുള്ള് സ്നോയുമാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലത്തേക്ക് പോകണം. ഇവിടെ ഈ വുഡ് മാത്രമേ ഉള്ളൂ. ഈ വുഡ് വെച്ച് നല്ല രീതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ ഇതുണ്ട്, ഐസ്. പൊട്ടിച്ച് നോക്കിയപ്പോൾ നോർമൽ വാട്ടറായിട്ട് തന്നെയാണ് വന്നത്. ഗ്ലാസ് പൊട്ടുന്ന ശബ്ദമാണ് വരുന്നത്. ചെറിയ ലാഗുണ്ട്. ഓക്കെ, ഇത് ഇവിടെ വെള്ളത്തിലെല്ലാം പോയി നല്ല തണുത്ത വെള്ളമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നേരെ അങ്ങോട്ട് തന്നെ പോകാം, മരത്തിൻ്റെ സൈഡിലോട്ട്. വെള്ളത്തിൻ്റെ ഇലമഴിയില്ല, നമുക്ക് കറങ്ങി നോക്കാം. ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഇത്രയിൽ ഇതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയിൽ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് നോർമൽ തടി തന്നെ വേണം. പിന്നെ ആ തടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സൈഡിലോട്ട് പോകണമെന്നാണ് തോന്നുന്നത്. ഈ സാൻഡ് 2 അങ്ങ് എടുക്കാം. സാൻഡ് എടുക്കാനും പറ്റുന്നില്ല. ഇനി നമുക്ക് പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എല്ലാം കിട്ടുവാണെങ്കിൽ എടുക്കാം. ഓക്കെ, ഇവിടെ എല്ലാം ആ തടി തന്നെയാണ്. സ്പീഡ് ഓടാം നമുക്ക്. ഓക്കെ, ഇവിടെ എല്ലാം സെയിം. ഇതെന്താണ് ഗൈസ്? ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മുടെ ഡാമേജ് ആവുന്നുണ്ട്. നമുക്കപ്പോൾ ഇതെല്ലാം അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ചിലപ്പോൾ വല്ല ഫുഡും ആയിരിക്കും. അങ്ങ് പൊട്ടിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, ഇതും പൊട്ടിക്കാം. ഓക്കെ, ഇനി അവിടോട്ട് പോവാം. അവിടെ വലിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതിലെ വഴി പോകാം. ഞാൻ അവിടെ ഒരു മരം കണ്ടിട്ടുണ്ട്. ഇത് ഇല വെച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് ആ മരം. യെസ് ഗൈസ്, ഇത് തന്നെയാണ് ആ മരം. നമുക്കപ്പോൾ ഇതങ്ങ് മുറിച്ചെടുക്കാം. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കാം. ഇല്ല, നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കണം. അതിന് സ്റ്റിക്ക് വേണം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മളൊരു വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ തടി നമുക്ക് എടുക്കാം. നേരെ അങ്ങ് പോകാം ഫ്രണ്ടിലോട്ട് തന്നെ. നല്ലൊരു സ്പേസ് കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു വീടെല്ലാം ചെറുതായിട്ട് സെറ്റ് ചെയ്യണം. ഇനി ബെഡ് കണ്ടുപിടിക്കണമെന്നല്ല, ഇത് മറ്റേ ഷീപ്പിനെ കണ്ടുപിടിച്ച് ബെഡ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്കപ്പം ഇവിടെയുള്ള കുറച്ച് മരം കൂടെ നമുക്ക് എടുക്കാം. നമ്മുടെ ഹെൽത്തും ഫുഡും എല്ലാം നമ്മൾ നോക്കണം. നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവിൻ്റെ ഒരെണ്ണം അങ്ങ് തുടങ്ങാം. ഒരു വീഡിയോ ക്രിയേറ്റീവ് കളിക്കുന്നതും. ഇവിടെ ഷീപ്പിനെ ഒന്നും കാണുന്നില്ല. ഗൈസ്, വേണ്ട, ഒരു ഷീപ്പിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ വാളെടുക്കാം. ഓക്കെ, അത് മണ്ടയ്ക്കോട്ട് കയറിപ്പോയി. നമുക്ക് എൻ്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കാം. ഓക്കെ, ഹെഡിനിട്ട് കൊടുത്തപ്പം അത് ഡെഡായിട്ടുണ്ട്. ഒരു ഡോഗ് അല്ലേ നിൽക്കുന്നത്? ഡോഗാണെന്നാണ് തോന്നുന്നത്. ഒരു ഡോഗാണ്. വേണ്ട ഗൈസ്, അടുത്ത ഷീപ്പ്. ഇതിനെയും കൂടെയും കൊന്നിട്ട് അതിൻ്റെ മീറ്റ് കിട്ടുന്നുണ്ട്. ഗൈസ്, ഇവിടെ ഫുള്ളി മരമാണ്, വേറെ മരമൊന്നും ഇല്ല ഇവിടെ. ഗൈസ്, ഈ പപ്പീനെ കണ്ടോ ഗൈസ്? നമുക്കൊന്ന് സ്നേഹിക്കാനായിട്ട് എന്തോ ഫീഡ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റത്തില്ല. അത് ചെയ്യാൻ പറ്റുന്നു. ഗൈസ്, കലിപ്പായി നമ്മളെ കടിക്കുന്നുണ്ടത്. ഗൈസ്, എന്നെ അത് കടിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു അടിയും കൂടെ കൊടുത്താണ്. ചെറുതായിട്ട് ചത്തുപോയി. നമുക്കപ്പോൾ ഈ മരം കൂടെ എല്ലാം എടുക്കാം. ഓക്കെ, നമുക്ക് ഇതിലെ വഴി ഇനി വേഗം നടന്നു പോകാം. നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കണം നിൽക്കാനായിട്ട്. ഓക്കെ ഗൈസ്, അവിടെ എല്ലാം സ്നോയാണ്.
ഇനി നേരെ അങ്ങ് നടന്ന് പോകാം. മണ്ടയ്ക്ക് ഇലയെല്ലാം ഉള്ള കാരണം ചില സമയം ചാടാനൊന്നും പറ്റത്തില്ല. വാട്ടർ എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ എല്ലാം ഇത് തന്നെയാണ്, ഈ മരം തന്നെയാണ്. ഒരു കേവ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഫുഡ് പോലെ തന്നെ സാധനം ഫുഡാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമേജ് ആവും. നമ്മൾ കറങ്ങി അവിടെ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന സ്ഥലം ഏതാണോ അവിടെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി അപ്പുറത്തെ മലയിലോട്ടൊന്ന് പോയി നോക്കിയാൽ. അതിന് മുന്നേ ഇവിടെ ഒരു കോഴിയുണ്ട്. അതിനെല്ലാം നമുക്ക് കൊന്ന് അതിൻ്റെ മീറ്റ് എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഒട്ടും കാണത്തില്ല. ഇതേണ്ട കൈസ് അടുത്ത ഷീപ്പ്. ഇതിനെയും കൂടെ കൊന്നിട്ട് നമുക്ക് ആ വൂളും കൂടി എടുത്ത് നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് നേരെ ബെഡ് ഉണ്ടാക്കാം. ഗൈസ്, ഈ ഗെയിമിലെ ഫസ്റ്റ് ബെഡ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഇവിടോട്ട് വെക്കാം, ക്രാഫ്റ്റിംഗ് ടേബിള്. ഓക്കെ, ബെഡ് ഉണ്ടാക്കാനായിട്ട് മറ്റേ ഇത് വേണം. അത് നമുക്ക് ക്രാഫ്റ്റ് തന്നെ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ ഈ മീറ്റ് എല്ലാം കൂടെ നമുക്ക് എടുത്ത് നമ്മുടെ ബാഗിലോട്ട് വെക്കാം. ഫുഡും മീറ്റും എല്ലാം നമ്മൾ അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. ബെഡ് നമുക്ക് കൈ വെക്കാം. അതാകുമ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് വെച്ചിട്ട് കിടന്നാൽ മതി. ഓക്കെ, രാത്രിയാകാറായെന്നാണ് തോന്നുന്നത്. രാത്രിയാവാറായിട്ടുണ്ട്. പിന്നെ ബ്രൗൺ വൂള് കിട്ടിയിട്ടുണ്ട് തറയിൽ കിടന്ന്. ഒരു മീറ്റും. നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ടെല്ലാം പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് വെപ്പൺസും എല്ലാം ആക്കിയിട്ട് ഞാൻ ഇനി കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മളിതേ അത്യാവശ്യം വെപ്പൺസ് എല്ലാം ആക്കാറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. പിന്നെ നമ്മളിതേ ഒരു സ്റ്റോണിൻ്റെ ആക്സും ഒരു പിക്കാക്സും ബിൽഡ് ചെയ്തിട്ടുണ്ട്. വേറെ നമുക്ക് ബിൽഡ് ചെയ്യാം. അതിന് മുന്നേ നമുക്കിവിടെ താഴോട്ടൊരു ഇത് പണിയാം. അതിന് നമ്മൾ ഇപ്പോൾ ഒരു ഷെൽട്ടർ കണക്ക് പണിയാം. ഇവിടെ 2 ബ്ലോക്ക് 4 അവിടുത്തെ ഒരു റൗണ്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ബ്ലോക്ക് നമുക്കിവിടെ വെക്കാം. ഓക്കെ, ഇത്ര എടുത്തിട്ടുണ്ട്, 39 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ അടുക്കി വെക്കാം, ഇച്ചിരി ഒരു മണ്ടയ്ക്കോട്ടാക്കിയിട്ട്. ഓക്കെ, ഒരു ഡോറും കൂടെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഈ റൗണ്ട് അല്ല, ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ അതങ്ങ് ബിൽഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ലെയറും കൂടെ വെക്കാം. ഇച്ചിരി കൂടെ ഹൈറ്റിൽ തന്നെ ആയിക്കോളും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതിനു വേണ്ടി മാത്രമാണ് വെക്കുന്നത്. ഇവിടെ നമ്മുടെ ബെഡ് ഉള്ള കാരണം നമ്മുടെ ഹെൽത്തൊന്നും പോയിട്ടില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ ഡോറ് ബിൽഡ് ചെയ്യാനായിട്ട് ഒരിത് വേണമെന്നാണ് തോന്നുന്നത്. നമ്മൾ ആദ്യം വുഡ് വെച്ച് ഉണ്ടാക്കിയത്. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് വേണം ഡോറ് ചെയ്യാനായിട്ട്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് കൈ പിടിക്കാം. ഇവിടെ വെക്കാൻ പറ്റത്തില്ല, നമുക്ക് ആ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അവിടോട്ട് വെക്കാം ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇനി നമുക്ക് ഡോറ് പണിയാം. ഓക്കെ, ആ ഡോറ് പണിയാനായിട്ട് നമുക്ക് ബ്ലോക്ക് 3 എണ്ണം കൂടെ വേണം. നമുക്ക് ആ തടി ആ ബ്ലോക്കിലോട്ടാക്കാം. ഓക്കെ, നമ്മൾ ഡോറ് പണിയാം നമുക്ക്. ഓക്കെ, ഒരു ഡോറ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് സൈഡിലെടുക്കാം? നമുക്ക് ഈ സൈഡിലെ 2 ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ നമുക്ക് ആ ഡോറ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഡോറ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മണ്ടയ്ക്കും കൂടെ സെറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ടെമ്പററി ആയിട്ട് മാത്രമാണ്. നമുക്ക് വേണമെങ്കിൽ വുഡ് വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.